Good morning, everyone. Welcome to English Tutor. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പ്രൊജക്റ്റ് ടൈഗറിലെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ടൈഗറിനെ വേണം, അതിനായിട്ട് അവരൊരു സർക്കസ് കമ്പനിയെ അപ്രോച്ച് ചെയ്യാണ്. ഭാരത് സർക്കസ് എന്ന് പറഞ്ഞൊരു സർക്കസ് ട്രൂപ്പിനെ അവർ ചെന്ന് അവരെ മാനേജറായിട്ട് സംസാരിച്ചു. ഇനി അടുത്ത 10th പാരഗ്രാഫ്, പേജ് നമ്പർ 46. പേജ് നമ്പർ 46ലെ 10th പാരഗ്രാഫ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. മാനേജറെ കണ്ടു. മാനേജർ റിംഗ് മാസ്റ്ററെ വിളിക്കാൻ പറഞ്ഞു. മിസ്റ്റർ തോറത്ത് എന്ന് പറഞ്ഞുള്ള റിംഗ് മാസ്റ്ററെ വിളിക്കാൻ വന്നു. ആൾ വന്ന്, ആളും ഒരു സൗത്ത് ഇന്ത്യനായിരുന്നു. എന്നിട്ട് ആളുടെ ഒരു സ്കാർ കാണിക്കുകയാണ്. കൈത്തണ്ടയിൽ ഒരു മുറിപ്പാട്, ടൈഗർ ആയിട്ടുള്ള ഒരു മാന്തിയൊരു പാട് കാണിക്കുകയെന്നു. ഇനി വിൽ റീഡ്. ഓക്കെ. We told him what we wanted. The shooting was taking place near Sururi in Birbhum. We wanted to show a tiger in a thick bamboo grove. All the animals was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. Could a tiger from Bharat Circus do this job? Mr. Thorat nodded. How long will you need it for? Asked the manager. Perhaps a couple of hours for the shooting, I replied, but that would be in addition to the time it will take to travel to and from Sururi. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. He invited us to take a look at the tiger. അപ്പം നമ്മൾ റിംഗ് മാസ്റ്റർ, തോറത്ത് എന്ന് പറഞ്ഞ റിംഗ് മാസ്റ്റർ എടുത്ത് നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞു. ഷൂട്ടിംഗ് ആണ്. ഒരു ബാംബു ഗ്രോവ് എന്ന് പറഞ്ഞാൽ ഒരു മുളക്കാട്, ഇതുപോലത്തെ ഒരു കാട്ടിൽ, മുളയുള്ളൊരു ചെറിയ കാട്ടിൽ ഈ ഒരു ടൈഗർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പതുക്കെ വളരെ കാമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അത് കഴിഞ്ഞിട്ട് പേസ് ജെൻറ്റ്ലി ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ, പറ്റുകയാണെങ്കിൽ ക്യാമറയെ നോക്കിയിട്ട് ആൻഡ് ദെൻ ഗോ ബാക്ക്, എന്നിട്ട് തിരിച്ചു പോവുക. ഇതാണ് സീൻ. അപ്പോൾ ഇതാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ റിംഗ് മാസ്റ്റർ അടുത്ത് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ സുറൂരി ഇൻ ബിർഹൂം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, സുറൂറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ഷൂട്ടിംഗ് നടത്താൻ ഉദ്ദേശിച്ചത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബു ഗ്രോവ്. നല്ല തിക്കായിട്ടുള്ള, കട്ടിയുള്ളൊരു, പിന്നെ നല്ല ഫുൾ ട്രീസ് ആയിട്ടുള്ള, മുള ഉള്ളൊരു കാട്ടിൽ ഈ ഒരു ടൈഗറെ കാണിക്കണം. അതാണ് സീൻ. All the animal was required to do was come out of the bamboo grove onto an open space. ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുളങ്കാട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഹാവ് ടു കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, തുറന്നൊരു സ്ഥലത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം ഈ ടൈഗർ. എന്നിട്ട് പേസ് ജെൻറ്റ്ലി ഫോർ എ വൈൽ, പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ, പറ്റുകയാണെങ്കിൽ ക്യാമറയുടെ ഒന്ന് നോക്കണം. ആൻഡ് ദെൻ ഗോ ബാക്ക്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ മുളങ്കാട്ടിലേക്ക് തന്നെ പോകണം. ഇതാണ് സീൻ. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? അപ്പോൾ നമ്മുടെ റൈറ്റർ സത്യജിത് റായ് ചോദിച്ചു, നിങ്ങളുടെ ഭാരത് സർക്കസിലുള്ള ടൈഗറിന് ഈ ജോലി ചെയ്യാൻ പറ്റുമോ? മിസ്റ്റർ തോറത്ത് നോഡഡ്, ആള് തലാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ആസ് ദ മാനേജർ. നിങ്ങൾക്ക് എത്ര നേരം അതിനെ വേണം, അല്ല എത്ര ദിവസം നിങ്ങൾക്ക് അതിനെ വേണം? മാനേജർ ചോദിച്ചു. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. അപ്പം നമ്മൾ
നമ്മുടെ റൈറ്റർ പറഞ്ഞു കുറച്ച് മണിക്കൂർ, ഷൂട്ടിങ്ങിന് കുറച്ച് മണിക്കൂർ വേണം. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം സുറൂറി. പക്ഷേ ഇത് ഷൂട്ടിങ്ങിന് മാത്രമുള്ള ടൈമാണ്. പക്ഷേ ഈ ട്രാവലിംഗ് ദൂരം അത് എക്സ്ട്രാ ആണ്. എന്നാൽ അവിടുന്ന് നിങ്ങളെ സർക്കസിൽ നിന്ന് സുറൂറിയിലേക്കും സുറൂറിയിൽ നിന്ന് തിരിച്ച് നിങ്ങളെ സർക്കസ് ടെൻറ്റിലേക്കും പോകാനുള്ളത് അത് എക്സ്ട്രാ ടൈം. അല്ലാണ്ട് ഞങ്ങൾക്ക് കുറച്ച് മണിക്കൂർ മാത്രം ഷൂട്ടിങ്ങിന് മാത്രമായിട്ട് മതി. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതലാവില്ല എന്ന് പറഞ്ഞപ്പോൾ മാനേജർ സമ്മതിച്ചു. എന്നിട്ട് കൂട്ടിലാക്കി ലോറിയിൽ സെൻഡ് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു, എഗ്രി ചെയ്തു, ഉറപ്പ് പറഞ്ഞു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. അദ്ദേഹം ഞങ്ങളെ ടൈഗറെ കാണാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രോവ്? ഐ കുഡൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. എനിക്ക് ചോദിക്കാനിരിക്കാതെ പറ്റിയില്ല. എനിക്ക് എന്തായാലും അത് ചോദിക്കണം. കാരണം ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ആസ്കിങ്. എനിക്കത് ചോദിക്കാണ്ട് ഇരിക്കാൻ പറ്റിയില്ല. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രോവ്? നമ്മുടെ സത്യജിത് റായ് ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ഈസി പണിയാവുന്നു? കാരണം ഒരു ആനിമലിനെ ഇതുവരെ കേജിലാണ്, റിങ്ങിലാണ്, നിങ്ങൾ എന്തായാലും ടൈ ചെയ്തിട്ടാണ് ഇതിനെക്കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്, ഈ സർക്കസിലുള്ള ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു ആനിമലിനെ ഫ്രീ ആയിട്ട് ഒരു മുളങ്കാട്ടിൽ വിടാൻ നിങ്ങൾക്ക് അതൊരു ഈസി ആണെന്ന് തോന്നുന്നുണ്ടോ? മിസ്റ്റർ തോറത്ത് ഫ്രോണ്ട്, ആൾ നെറ്റിച്ചുളുക്കി ഒരു നോക്കി. ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. നെറ്റിച്ചുളുക്കി പറഞ്ഞു, ആൾ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല. ഹി റിപ്ലൈഡ്, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് എസ് കേജ് ഓൺ ഹിസ് ഓൺ. ഞാൻ ഒരിക്കലും അവനെ കേജിൻ്റെ പുറത്ത് അവൻ്റെ കൺട്രോളിൽ, കാരണം എപ്പോഴും കൺട്രോൾ എൻ്റെ കയ്യിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ റിങ്ങിൽ സർക്കസ് കാണുകയാണെങ്കിലും അറിയാം, റിങ്ങിൽ അവർ ഒരു കയറ് പിടിച്ചിട്ടുണ്ടാവും, ടൈഗറിനെ കെട്ടിയിട്ട് അത് അവരുടെ കയ്യിലാവും. അപ്പോൾ കൺട്രോൾ എപ്പോഴും ഈ റിംഗ് മാസ്റ്റർ കയ്യിലാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ടൈഗറിൻ്റെ കൺട്രോളിൽ തന്നെ ഞാൻ ഒരിക്കലും അവനെ വിട്ടിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ, അതുകൊണ്ട് എനിക്ക് അറിയില്ല. വാട്ട് were all our plans going to go down the drain? How could we let the tiger's trainer be seen with the animal? How could Goopy and Bugga be petrified with fear if its supposedly ferocious animal was accompanied by a man? No, we could not allow that to happen. അപ്പോൾ നമ്മുടെ റൈറ്റർ ആകെ ഡിസപ്പോയിൻറ്റഡായി, ആകെ നിരാശായി. നമ്മുടെ പ്ലാനൊക്കെ പൊളിയാൻ പോവാണോ? വേർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ഗോ ഡൗൺ ദ ഡ്രെയിൻ. ഇത് നടക്കില്ലേ? ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ? എങ്ങനെയാണ് നമുക്കൊരു ട്രെയിനറിനെ ഈ ആനിമലിൻ്റെ കൂടെ നിർത്താൻ പറ്റുക? അതാവുമ്പോൾ ആ ഒരു ഫിലിം സക്സസ് ആവില്ല. ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബഗ ബി പെർട്ടിഫൈഡ് വിത്ത് ഫിയർ if the supposedly ferocious animal was accompanied by a man? അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് പെർട്ടിഫൈഡ് ആവുക എന്ന് പറഞ്ഞാൽ ടെറിഫൈഡ് ആവുക, മരവിച്ച് നിൽക്കുക, സ്തംഭിച്ച് നിൽക്കുക. എങ്ങനെ ഇവർ സ്തംഭിച്ച് നിൽക്കുക ഈ ഒരു ടൈഗറിനെ കണ്ടിട്ട്? കാരണം ഇതൊരു ഫെറോഷ്യസ് ആനിമലാണ്, രൗദ്രഭാവമുള്ള ഒരു ക്രൂരമായൊരു അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ആനിമലാണ്, വൈൽഡ് ആനിമൽ അല്ലേ ഇത്. അപ്പോൾ അതിനെ കണ്ട് പേടിക്കണം. എങ്ങനെ പേടിക്കുക? കാരണം ആളുടെ കൂടെ ഒരു ആൾ, ഇതിനെ ടൈഗറിനെ കൺട്രോൾ ചെയ്ത ഒരാൾ വരികയാണെങ്കിൽ നമ്മളെങ്ങനെ ഈ ക്യാരക്ടേഴ്സ് ഈ ടൈഗറിനെ കണ്ട് പേടിക്കുക എന്നാണ് ചോദിക്കുന്നത്. നോ, വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. അത് ഒരിക്കലും പറ്റില്ല. ടൈഗർ ഫ്രീ ആയിരിക്കണം, അത്രയും പെർഫെക്ഷനോടുകൂടി വേണം ആ സീന് ചെയ്യാൻ. സംഭവം റിസ്ക് ആണെന്നുണ്ടെങ്കിലും ടൈഗറിനെ ഇതുപോലെ ഒരാൾ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അയാളുടെ ട്രെയിനർ അയാളുടെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് പോസിബിൾ അല്ല, അത് ഫിലിം സക്സസ് ആവില്ല. അവിടെ ഒരു ഭയം വരില്ല, ആ ഒരു ഫീലിംഗ് അവിടെ കറക്റ്റ് ആവില്ല.
Mr. Thorat found a solution. I'll tie a wire around the tiger's neck. It will be thin but strong. അപ്പോൾ നമ്മുടെ റിംഗ് മാസ്റ്റർ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടു. എന്തായിരുന്നു സൊല്യൂഷൻ? ഐ വിൽ ടൈ എ വയർ. ഞാനൊരു ചെറിയ വയറ് ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടാം. അത് വളരെ തിന്നാവും, ബട്ട് ഇറ്റ് വിൽ ബി സ്ട്രോങ്. വളരെ കനം കുറഞ്ഞ സംഭവവും അധികം കാണില്ല, അധികം സ്ക്രീനിൽ കാണാൻ പറ്റാത്ത സംഭവമാവും. പക്ഷെ അത് വളരെ സ്ട്രോങ് ആയിരിക്കും. അത് കെട്ടുകയാണെങ്കിൽ എനിക്കത് പിടിച്ച് നിൽക്കാമല്ലോ. അപ്പോൾ അത് ആരും കാണില്ല, എന്നെ ആരും കാണില്ല. ഞാൻ സ്ക്രീനിൽ നിന്ന് മാറി നിന്നാൽ ഈ ഒരു തിന്നായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു വയറാരും കാണില്ല. If the wire was thin enough, perhaps it would remain invisible to the camera. But it was likely that the hair on the tiger's neck would be flattened by the wire, which would give the whole thing away. Okay, അപ്പോൾ വയറാണ് തിന്നാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ കാണില്ല, അത് ഓക്കെ, ആ ഭാഗം സക്സസ് ആണ്. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക്, പക്ഷേ നമ്മുടെ ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടിയാൽ എന്തായാലും അതിൻ്റെ ആ മുടികളൊക്കെ ഫ്ലാറ്റനായി നിരപ്പായി നിൽക്കും, പറ്റി നിൽക്കും. കാരണം ആ ഒരു സംഭവം നമ്മളിപ്പോൾ ഡോഗിൻ്റെ കഴുത്തിൽ ബെൽറ്റ് പോലത്തെ സംഭവം കെട്ടുന്നില്ലേ, അതുപോലെ എന്തെങ്കിലും കെട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കയറിട്ട് കെട്ടുകയാണെങ്കിലും ആ ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാം, അവിടുത്തെ സ്കിന്ന് ഫ്ലാറ്റനായിട്ട് ഇരിക്കും, പരന്നിരിക്കും. വിച്ച് വുഡ് ഗീവ് ദ ഹോൾ തിങ് എവേ. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് കെട്ടിയിരിക്കണം. പക്ഷേ ഈ സംഭവം റിയൽ ആയിട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ സത്യജിത് റായ് വേണ്ടിയത്. കാരണം ആൾക്ക് അത്രയും പെർഫെക്ഷനോടുകൂടി ആ ഫിലിം ചെയ്യണം. What if we found a collar made of tiger skin, fixed the wire to this collar and then tied it round the tiger's neck, I said. പിന്നെ ആള് നമ്മുടെ റൈറ്റർ തന്നെ പറഞ്ഞു, നമുക്കൊരു കോളറാണെങ്കിലോ ടൈഗർ സ്കിന്ന് വെച്ചിട്ടുള്ള ഒരു പട്ട, കോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോഗിനൊക്കെ കെട്ടില്ലേ ബെൽറ്റ് പോലത്തെ സംഭവം, അതുപോലത്തെ ഒരു ബെൽറ്റ് ടൈഗറിൻ്റെ സ്കിന്നുകൊണ്ട് ഉണ്ടാക്കിയത്. അതാവുമ്പോൾ പിന്നെ ഈ സ്കിന്ന് ഫ്ലാറ്റനായത് അറിയില്ല. ഫിക്സ് ദ വയർ ടു ദിസ് കോളർ. അപ്പം നമുക്ക് ഈ കോളർ ടൈഗറിൻ്റെ കഴുത്തി കെട്ടാം. അത് എന്നിട്ട് ഒരു തിന്നായിട്ടുള്ള വയറിനെ കണക്ട് ചെയ്തിട്ട് ആൻഡ് ദെൻ ടൈ ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. അപ്പം ഇത് കണക്റ്റഡ് ആയിട്ട്, അപ്പം നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണില്ല, ടൈഗർ ഫ്രീ ആയിട്ട് തന്നെ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിൻ്റെ ആ ത്രെഡ് അവിടെ വയറ് ഇവരുടെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ റൈറ്റർ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി അടുത്തത് നമ്മുടെ സെറ്റിംഗ് ആണ്. ഇനി എന്താണ് ഷൂട്ടിംഗ് എങ്ങനെയായി എന്ന് അറിയാം. In a village called Norton Gram, we found a suitable bamboo grove to film the first meeting between Goopy and Baga and the appearance of the tiger. അപ്പോൾ ഒരു വില്ലേജിൽ നോർട്ടൺ ഗ്രാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കറക്റ്റ് ഒരു സ്യൂട്ടബിൾ പ്ലേസ്, മുളക്കാട്, മുള കൊണ്ടുള്ളൊരു കാട്, ഫുൾ മുളകളായിട്ടുള്ളൊരു കാട് ഞങ്ങൾ സെറ്റിങ്സിന് കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് ഗൂപ്പിയെയും ബഗയെയും പിന്നെ ടൈഗറിൻ്റെയും ഫസ്റ്റ് അപ്പിയറൻസ്, അവരുടെ ഫസ്റ്റ് അപ്പിയറൻസ് അവിടെ ആക്കാം എന്നുള്ള സെറ്റിങ്സ് ഒക്കെ റെഡിയാക്കി. മിസ്റ്റർ തോരത്ത് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. മിസ്റ്റർ തോരത്ത് പറഞ്ഞ പോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടൈഗർ റേറ്റ് വന്നു. There were about 25 people in the location. A few local people took our permission to go with us to watch how we tackled the tiger. അപ്പോൾ 25 പേര് ഏകദേശം ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ. പിന്നെ കുറച്ച് നാട്ടുകാർ, അവിടെയുള്ള നാട്ടുകാർ ഞങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് അവർക്ക് ഈ ടൈഗറിനെ എങ്ങനെ ടാക്കിൾ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണോ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ജനങ്ങളും അവിടുത്തെ പ്രദേശത്തുള്ള ലോക്കൽസ്, സ്ഥലത്തുള്ള വില്ലേജിലുള്ള ആൾക്കാരും വന്നിരുന്നു. The cage on the lorry was covered. When the cover was removed, we were surprised to see not one but two well-fed and robust tigers. അപ്പോൾ ഈ ഒരു കേജ്, ഈ കൂട് എന്ന് പറഞ്ഞാൽ
കവർ ചെയ്തിട്ടായിരുന്നു, തുറന്നിട്ടിട്ടല്ല, കവർ ചെയ്തിട്ടാണ് ഈ ലോറിയിൽ കൊടുന്നിരുന്നത് ഈ കേജൊക്കെ. അപ്പോൾ കവർ റിമൂവ് ചെയ്തപ്പോൾ ഞങ്ങൾ ആകെ സർപ്രൈസ്ഡായി, അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ചോദിച്ചത് ഒരു ടൈഗറിനെയാണ്, പക്ഷെ അവിടെ 2 നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ടൈഗേഴ്സാണ് ഉണ്ടായിരുന്നത്. ഒരു ടൈഗറിനെയാണ് ചോദിച്ചത്, പക്ഷെ ഭയങ്കര 2 ഹെൽത്തി ആയിട്ടുള്ള 2 ടൈഗേഴ്സ്, ആരോഗ്യമുള്ള, റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല ഫിറ്റായിട്ടുള്ള 2 ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. I decided to play it safe, Mr. Thorath explained. If one doesn't get it right, we can use the other. അപ്പോൾ തോറത്ത് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒന്ന് റെഡി ആയില്ലെങ്കിൽ, ഒരു ടൈഗർ നമ്മൾ കമാൻഡ് ചെയ്ത് സമ്മതിച്ചില്ലേ, നമുക്ക് അടുത്തത് യൂസ് ചെയ്യാം. അപ്പോൾ അത് കൊണ്ട് ഞാൻ 2 എണ്ണത്തിനെ കൊടുന്നതാണെന്ന് പറഞ്ഞു. We mounted the camera on its tripod and placed it so that it faced the bamboo grove. The audience was instructed to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove, and Goopy and Baga too had to be within yards of the camera, for it was necessary to have at least one shot that showed them together with the tiger. അപ്പോൾ സെറ്റൊക്കെ റെഡിയായി, നമ്മൾ ക്യാമറ ഒക്കെ ട്രൈപോഡും വെച്ചു. ഇതാണ് ട്രൈപോഡ്. 3 സ്റ്റാൻഡ്, നമ്മുടെ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡാണ് ട്രൈപോഡ്. ഇതാണ് ട്രൈപോഡ്. ക്യാമറ അതിൻ്റെ മുകളിൽ വെച്ചു. മൗണ്ട് എന്ന് പറഞ്ഞാൽ കയറ്റി വെച്ചു എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ മുകളിൽ വെച്ചു. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബൂ ഗ്രവ്. അപ്പോൾ ക്യാമറ എങ്ങോട്ടാണ് ഫേസ് ചെയ്തത്? ഈ ബാംബൂ ഗ്രവിനെ ഫേസ് ചെയ്തിട്ടാണ് ക്യാമറ വെച്ചിരുന്നത്. The audience was instructed to get behind the camera and to stand as far back as possible. അപ്പോൾ ഓഡിയൻസ്, ഈ വില്ലേജേഴ്സ്, കാണാൻ വന്ന കാണികളോട് എന്താ പറഞ്ഞത്? ക്യാമറയുടെ ഇതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കാനാണ്. എത്രയോ ബാക്കിൽ പോകാൻ പറ്റുന്നത് അത്രയും ബാക്കിലേക്ക് പോവാം. കാരണം ഇത് ടൈഗറാണ്, ടൈഗറിനെ കെട്ടിയിട്ടുമില്ല, ടൈഗർ ഫ്രീ ആയിട്ടാണ്. കാരണം ഇതൊരു ആനിമലിനെ വെച്ചുള്ള, അത് ചെറിയ ആനിമൽസ് ഒന്നല്ല, ടൈഗറിനെ വെച്ചിട്ടുള്ള ഒരു ഷോട്ടാണ്. അതുകൊണ്ട് അത്രയും റിസ്ക് ആണ്. അതുകൊണ്ട് അവരൊക്കെ ഇൻസ്ട്രക്ട് ചെയ്തിരുന്നു ബാക്കിലേക്ക് പോകാൻ. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബൂ ഗ്രവ്. പക്ഷെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മുളങ്കാടിൻ്റെ അടുത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ക്ലിയറായി കിട്ടണമെങ്കിൽ. ആൻഡ് ഗൂപ്പി ആൻഡ് ബഗ had to be within yards of the camera. അപ്പോൾ കുറച്ച് ഈ ഒരു ക്യാമറയുടെ പരിസരത്ത് തന്നെ, ആ ഒരു ഷോട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ, ഈ ക്യാമറയുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇവർ 2 പേരും നിൽക്കണം. ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഷോട്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ടെങ്കിലും നമുക്ക് ടൈഗറിൻ്റെ കൂടെ കാണുന്നതായിട്ടുള്ള ഒരു ഷോട്ടെങ്കിലും വേണം. Mr. Thorath's men had fixed a 5-foot iron rod to the ground, about 30 feet from the area where the tiger was supposed to take a walk. അപ്പോൾ നമ്മുടെ റിംഗ് മാസ്റ്ററിൻ്റെ ആൾക്കാർ ഒരു 5 അടി നീളമുള്ള ഒരു അയൺ റോഡ്, ഇരുമ്പ് വടി, അത് മണ്ണിൽ ഫിക്സ് ചെയ്തിരുന്നു. about 30 feet from the area where the tiger, 30 അടി അകലം, 30 അടി അകലത്തിൽ ടൈഗർ എവിടെയാണോ നടക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 30 അടി അകലെ ഒരു അയൺ റോഡ് ഫിക്സ് ചെയ്തിരുന്നു. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. അപ്പോൾ അതെന്ത് ചെയ്തു? ഒരു ലോങ് തിൻ വയർ, ഇൻവിസിബിൾ ആയിട്ട് കാണാൻ പറ്റാത്ത ഒരു വളരെ തിൻ വയർ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് എന്ത് ചെയ്തു? ടൈഗറിൻ്റെ കോളർമേ, ടൈഗർ സ്കിന്നിൻ്റെ ഒരു കോളർ കഴുത്തിലിടുമെന്ന് പറഞ്ഞില്ലേ, അതിന്മേ ഫിക്സ് ചെയ്തു ഒരു എൻഡ്, ഒരു അറ്റം. ദി അതർ എൻഡ്, മറ്റേ അറ്റം എവിടെയാണ്? വാസ് ടൈഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദ അയൺ റോഡ്. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ അറ്റം എവിടെയാണ്? 30 അടി അകലെ ആ ഒരു അയൺ റോഡുമേ
കെട്ടി ഇട്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഈ അയൺ റോഡുമ്മൽ ഈ ടൈഗറിൻ്റെ കോളർമെന്ന് ഒരു കാണാൻ പറ്റാത്ത വളരെ നേരിയൊരു വയറ് എങ്ങോട്ടാണ് കെട്ടിയിട്ടിരുന്നത്? 30 അടി ദൂരെ ഒരു അയൺ റോഡ്, ഒരു ഇരുമ്പ് വടി ഫിക്സ് ചെയ്തിരുന്നു, മണ്ണിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു, ഒരു 5 അടി നീളമുള്ള ഒരു അയൺ റോഡ്. അപ്പോൾ അതിന്മേ ഇത് കെട്ടിയിട്ടിരുന്നു, ഒരു ബലത്തിന്, ഇത് പോവാണ്ടിരിക്കാൻ വേണ്ടി, ഇതിനെ കൺട്രോളിൽ കിട്ടാൻ, ടൈഗറിനെ കൺട്രോളിൽ കിട്ടാൻ വേണ്ടിയിട്ട്. The door of one of the cages was unfastened and Mr. Thorath called out to the tiger. എന്നിട്ട് എന്താ, ഇതൊക്കെ റെഡിയായി, അയൺ റോഡ് ഇതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കേജിൻ്റെ കൂടിൻ്റെ വാതിൽ തുറന്നു. എന്നിട്ട് ആരാ? നമ്മുടെ റിംഗ് മാസ്റ്റർ തോറത്ത് ടൈഗറിനെ വിളിച്ചു. It responded almost at once and sprang out of its cage to land on the open space. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടൈഗർ റെസ്പോണ്ട് ചെയ്തു. ഇതിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തിട്ട് കുതിച്ച് ചാടി, കേജിൽ നിന്ന് പുറത്തേക്ക് കുതിച്ച് ചാടി. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പിന്നെ സംഭവിച്ചതെല്ലാം തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. കേജ് തുറക്കലും നമ്മുടെ റിംഗ് മാസ്റ്റർ വിളിച്ചപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ടൈഗർ കുതിച്ച് പുറത്തേക്ക് ചാടി. One look at Miss Thorath's startled and helpless face told us that he was taken aback as the rest of us. ഒരു നോട്ടം നമ്മുടെ തോറത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. സ്റ്റാർട്ടൽഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടി, ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആളുടെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മളെപ്പോലെ തന്നെ ആളും ഈ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ചാടുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആളും ഒരു ആശ്ചര്യത്തോടു കൂടി, ഞങ്ങളെപ്പോലെ തന്നെ ആളും ഒരു ആശ്ചര്യത്തോടു കൂടി നോക്കി നിന്നു. കാരണം ആൾ എക്സ്പെക്റ്റ് ചെയ്തതല്ല, ആളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇതാവുമെന്ന്. Instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. അപ്പോൾ ശാന്തമായി, സെഡേറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട് നടക്കുന്നതിന് പകരം ആളെങ്ങനെയാണ് ഒരു ഡിഗ്നിഫൈഡ് മാനർ എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട്, നല്ല മജസ്റ്റിക് ആയിട്ട്, നമ്മൾ ടൈഗറൊക്കെ നല്ല മജസ്റ്റിക് ആയിട്ട് ഭയങ്കര അന്തസ്സോടുകൂടി പതുക്കെ പ്രൗഢിയായിട്ട് ശാന്തമായി നടക്കാനാണ് ആ സീന്. ബട്ട് അതിന് ഇവിടെ എന്താ നടന്നത്? The tiger started prancing around with tremendous enthusiasm. ടൈഗർ ചാടാൻ തുടങ്ങി, തുള്ളിച്ചാടാൻ തുടങ്ങി, ഭയങ്കര ഉത്സാഹത്തോടു കൂടി ചാടാൻ തുടങ്ങി. കാരണം ഫ്രീഡം കിട്ടിയതാണ്, ഇത് ഇത്രയും നാൾ കേജിലായിരുന്നു, ഇപ്പോൾ ഓപ്പൺ സ്പേസ് കിട്ടിയതാണ്. അത് ടൈഗർ മാക്സിമം യൂസ് ചെയ്തു. He leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ടൈഗർ കുതിക്കുകയും ചാടുകയും റോൾ ചെയ്യായിരുന്നു, ചുറ്റും കിടന്ന് ഉരുണ്ടു. പിന്നെ ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ വലിക്കുക, നമ്മുടെ ട്രെയിനറിനെ അത് വലിക്കുകയായിരുന്നു. ആള് ആ ഒരു വയറ് പിടിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ ടൈഗർ ചാടുകയും ഓടുകയും റോളും ചെയ്യുമ്പോൾ ഈ വയറ് ടൈഗർ വലിക്കണ പോലെയാണ്, ടൈഗർ കൺട്രോൾ ചെയ്യണ പോലെ ആയിരുന്നു. Stood around foolishly watching a new and strange kind of circus which we were getting to see for free. അപ്പം ഞങ്ങളത് ഇങ്ങനെ നോക്കി കണ്ടു, ഒരു പുതിയൊരു സർക്കസ്, ഇതുപോലത്തെ സർക്കസ് കണ്ടില്ല. എല്ലായിടത്തും കണ്ടിരിക്കുന്ന റിംഗ് മാസ്റ്റർ ടൈഗറിനെ കൺട്രോൾ ചെയ്യലാണ്, പക്ഷെ ഇവിടെ ടൈഗർ റിംഗ് മാസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്ന സീനാണ് കണ്ടത്. അതും ഫ്രീ ആയിട്ട് സർക്കസ്, ഒരു പുതിയ സർക്കസ് ഞങ്ങൾ കണ്ടു. The camera was still standing on its 3 legs, staring into the woods, but the tiger was showing no sign of making its way there. ക്യാമറ അവിടെ പൊസിഷനിൽ തന്നെ ഉണ്ട്, ഗ്രോവിൻ്റെ അടുത്ത്.
നമ്മുടെ മുളങ്കാടിൻ്റെ അടുത്ത് അങ്ങോട്ട് തന്നെ നോക്കിയിട്ട് അത് നിൽക്കുന്നുണ്ട്. ബട്ട് അവിടെ എന്തുണ്ടായിരുന്നില്ല, ടൈഗർ ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈഗർ അങ്ങോട്ട് വരുന്ന ഒരു സൈനും കണ്ടില്ല. Once the tiger had calmed down, we managed to take the few shots we needed. This should have been the end of the story. But when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. അപ്പോൾ കുറേ കഴിഞ്ഞ് ഈ ചാട്ടം ഓട്ടം ബഹളമൊക്കെ കഴിഞ്ഞിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈഗർ കാമായി, സൈലൻ്റായി, ശാന്തനായി. അപ്പോൾ ഏകദേശം കുറച്ച് ഷോട്ടൊക്കെ എടുക്കാൻ ഒരുവിധം പറ്റി. അതോടുകൂടി ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നു. ടൈഗറുമായിട്ടുള്ള ഷൂട്ടിംഗ് അവിടെ കഴിഞ്ഞു. ബട്ട് എന്ത് പറ്റി, ഞങ്ങൾ തിരിച്ച് കൽക്കട്ടയിൽ പോയി ഈ സീന് കണ്ടു നോക്കുമ്പോൾ, ടൈഗറിൻ്റെ സീന് കണ്ടു നോക്കുമ്പോൾ എന്താണ് ഉണ്ടായത്? വി റിയലൈസ് ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽ ടു വർക്ക് പ്രോപ്പർലി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ക്യാമറ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല. എന്ത് പറ്റി? ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്. എടുത്ത ഷോട്ടുകൾ വളരെ ഇരുട്ടായിരുന്നു, കാരണം ക്ലിയറായി കണ്ടില്ല. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് merging ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ദ ലീവ്സ്. അപ്പോൾ ഈ വളരെ ഡാർക്കായിരുന്നു, അതുകൊണ്ട് ഈ ട്രീസിൽ നിന്നും ഈ ലീവ്സിൽ നിന്നും നമുക്ക് ടൈഗറെ മനസ്സിലായില്ല. അത്രയും ക്ലിയർ ആവാണ്ട് ആ ഒരു സീന് ഷോട്ട് എടുത്തത് പോയി. We had to shoot the scene all over again. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും സീന് എടുക്കണം. We spoke to Mr. Thorat and he agreed to give it another go. അപ്പോൾ ഞങ്ങൾ ആളോട് സംസാരിച്ചു, ആൾ സമ്മതിച്ചു, വരാമെന്ന് പറഞ്ഞു. We found another bamboo grove closer to Calcutta in a village called Boral. The lorry arrived once more with Mr. Thorat, the tiger, the steel wire, the special collar and the iron rod. And with the lorry came the whole village. അപ്പോൾ വീണ്ടും ഷോട്ട് എടുക്കാൻ റെഡി ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഇത്തവണ എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായത്? വേറൊരു സെറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് സെറ്റിംഗ് ആയിരുന്നില്ല ഇത്. കൽക്കട്ടയുടെ തന്നെ അടുത്തുള്ളൊരു വില്ലേജ്, ബോറൽ എന്ന് പറഞ്ഞ വില്ലേജിലായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ സീൻ ഷോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോറി വന്നു, അതുപോലൊക്കെ തന്നെ റിംഗ് മാസ്റ്റർ മിസ്റ്റർ തോരത്ത് ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, സ്റ്റീൽ വയർ ഉണ്ടായിരുന്നു, കോളർ, സ്പെഷ്യൽ കോളർ, ടൈഗർ സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയ കോളർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അയൺ റോഡ്, ഇരുമ്പിൻ്റെ ആ ഒരു വടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പഴയ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. അപ്പോൾ ലോറി കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഷൂട്ടിംഗ് ആണ്. അപ്പോൾ പിന്നെ അവിടുത്തെ എല്ലാ ആൾക്കാരും ഈ വണ്ടിയുടെ കൂടെ തന്നെ പോന്നു. We told the villagers that they should stand at a distance of 70 feet. ഞങ്ങൾ വില്ലേജേഴ്സിനോട് പറഞ്ഞു, ഗ്രാമവാസികളോട് പറഞ്ഞു, നിങ്ങൾ ഒരു 70 അടിയെങ്കിലും ദൂരെ നിൽക്കണം. No one paid any attention to what they were told. പക്ഷെ ആരും ഒന്നും അനുസരിച്ചില്ല, അവരോട് പറഞ്ഞതൊന്നും അവർ അനുസരിച്ചില്ല. The crowd moved as close to the camera as they could. എല്ലാ ആൾക്കാർ മൊത്തം എത്ര അവർക്ക് ക്യാമറയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നോ അത്രയും അടുത്ത് അവർ നിന്നു. We could not afford to waste any more time explaining and arguing. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല അവർ പറഞ്ഞ് മനസ്സിലാക്കാനും അവരോട് തർക്കിക്കാനും. So we got the camera ready and signaled Mr. Thorat. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ക്യാമറ റെഡിയാക്കിയിട്ട് മിസ്റ്റർ തോറത്തിന് ഞങ്ങൾ റെഡിയാണെന്ന് സിഗ്നൽ കൊടുത്തു. He opened the door of the cage. The instant the door opened with a clang, our tiger emerged with a roar and charged straight at the villagers gathered behind the camera. The crowd, consisting of about 150 people, melted away as if by magic. അപ്പോൾ കേജ് തുറന്നു, കൂടിൻ്റെ ഡോറ് തുറന്നു. ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ്. ഒരു സൗണ്ടോടുകൂടി, ഇരുമ്പിൻ്റെതാകുമ്പോൾ ഒരു ക്ലിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവും, ക്ലാങ് എന്ന് പറഞ്ഞൊരു സൗണ്ടാണ്. അപ്പോൾ ആ ഒരു സൗണ്ടോടുകൂടി കേജ് തുറന്ന വഴിക്ക് തന്നെ ടൈഗർ ഒരു വിത്ത് എ ലൗഡ് റോർ ഗർജിച്ചുകൊണ്ട് ഈ വില്ലേജേഴ്സിനെ, ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന വില്ലേജേഴ്സിൻ്റെ അടുത്തേക്ക് ചാടി. ദ ക്രൗഡ് കൺസിസ്റ്റ് 150 പീപ്പിളോളമുള്ള ക്രൗഡ് ടൈഗർ
ഗർജിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവർ മെൽറ്റഡ് എവേ ആസ് ഇഫ് ബൈ മാജിക്. അവർ ഡിസപ്പിയർ ആയി. അവർ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. മാജിക് പോലെ തന്നെ അവർ അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞാൽ അവർ അത്രയും പെട്ടെന്ന് അവിടുന്ന് ഓടി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി. അപ്പോൾ ആ ഒരു ഭയങ്കര റോറായിട്ട് ഭയങ്കര ഓടി വന്ന് കുറച്ച് നേരം ആയപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടൈഗർ കാമായി, ശാന്തനായി. ലൈക്ക് എൻ ഒബീഡിയൻറ്റ് ചൈൽഡ് ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൺ. അപ്പോൾ ഒരു അനുസരണയുള്ള കുട്ടിയുടെ പോലെ നമ്മൾ സ്പോട്ടിൻ്റെ അടുത്തേക്ക് പറഞ്ഞ പോലെ തന്നെ അത് വന്നു. പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി ആസ് ഇഫ് ഇറ്റ് വാസ് റിക്വയർഡ് ടു ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. അതുപോലെ തന്നെ ക്വയറ്റായിട്ട് അങ്ങോട്ടും നടന്നു, സീനറി ഇഷ്ടപ്പെടുന്നതനുസരിച്ച് അതുപോലെ നടന്നിട്ട് പിന്നെ അത് ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ, അതിൻ്റെ ട്രെയിനറിലേക്ക് തിരിച്ച് റിലാക്സ്ഡ് ആയിട്ട് പോയി. ആംബിൾഡ് എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ്. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം which we realized 2 days later when we returned to കൽക്കട്ട. ഇത്തവണ ടൈഗർ മാത്രമല്ല അനുസരിച്ചത്, ടൈഗർ മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ ചെയ്തത്, ക്യാമറയും ഇത്തവണ നന്നായി പെരുമാറി. കാരണം ഇത്തവണ എടുത്തതെല്ലാം ക്ലിയറായി കിട്ടി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൽക്കട്ട തിരിച്ചു പോയിട്ട് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ചെയ്ത സീനുകളൊക്കെ റെഡിയായെന്ന് മനസ്സിലായി. ആൻഡ് സോ ദ സീൻസ് വി ഹാവ് ഷോട്ട്. അങ്ങനെ ആ സീന് എടുത്ത സ്റ്റോറിയാണ്, ഒരു ആർട്ടിക്കിളാണ് ഇവിടെ പറയുന്നത്. ആണ് നമ്മുടെ സത്യജിത് റായുടെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. എങ്ങനെയാണ് ആ ഒരു ഫിലിമിൽ ടൈഗറിനെ കൊണ്ടുവന്നതും എങ്ങനെയാണ് ആ ഒരു സീൻ ഷോട്ട് ചെയ്തതും. അപ്പോൾ ഇതാണ് ഒരു ആനിമലിനെ വെച്ച് നമ്മളൊരു ഷൂട്ടിംഗ് എടുക്കുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ്. ഇപ്പം നിങ്ങൾക്ക് റിംഗ് മാസ്റ്റർ കണ്ടാൽ അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫിലിം, നമ്മുടെ ദിലീപിൻ്റെ റിംഗ് മാസ്റ്റർ. അതിൽ കാണാം ആ ഡോഗിനെ കൊണ്ട് ഒരേ സീൻ ചെയ്യിപ്പിക്കുന്നത്, എത്ര ടേക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഡയറക്ടേഴ്സ് എത്ര മാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ഫിലിം ചെയ്യുന്നത്, അത്രയും പെർഫെക്ഷനോടുകൂടി. ഇവിടെ നമുക്ക് കാണാം ആ ഒരു വയറ് കാണുമെന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചില്ല. വേറെ ഓൾട്ടർനേറ്റ് വേസ്, വേറൊരു വഴിയാണ് ആൾ നോക്കിയത്. അപ്പോൾ ഇതാണ് പ്രൊജക്റ്റ് ടൈഗറിൻ്റെ ലാസ്റ്റ് ഭാഗം. അതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറൊരു ചാപ്റ്ററുമായിട്ട് കാണുന്നത് വരെ ബൈ.